ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ അവതക്കുട്ടിയും സ്റ്റാലിനും കൂടെ നന്നായിട്ട് മദ്യപിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ സമയത്ത് അവതക്കുട്ടി പറയുന്നുണ്ട്, അല്ല ഞാൻ പറഞ്ഞത് നീ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. അവൾക്ക് കല്യാണപ്രായം ആയതല്ലേ, അവൾ എന്തായാലും നമുക്ക്, ഞാൻ നാട് കടത്താന്ന് ഉദ്ദേശിച്ചതല്ല, കല്യാണം കഴിപ്പിച്ച് വിട്ടാലോ. അത് കേട്ടപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ചൻ എന്തൊക്കെയാ പറയുന്ന, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ അവൾ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവന്നത് എൻ്റെ മക്കളായിട്ട് നോക്കാനാണ്. അവൾക്ക് ഇന്ന് വരെ കിട്ടാത്ത എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ അവൾക്ക് കൊടുക്കും. മാത്രമല്ല, അപ്പച്ചൻ ഇനി അവളെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അപ്പച്ചൻ തന്നെ എല്ലാം മാറ്റി പറയും. അത് കേട്ടപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, ഓ പിന്നെ നീ എന്നതായി പറയുന്നത്, നമുക്ക് നോക്കാം എന്നും പറഞ്ഞിട്ട് ഒരു കപ്പും കൂടെ ഒഴിക്കുകയാണ് കേട്ടോ മദ്യം. അത് കണ്ടപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, ഏയ് ഇനി വേണ്ട, ഇനി എന്തായാലും അവളെ കാണട്ടെ എന്നിട്ട് മതി. അങ്ങനെ അവർ സ്റ്റെപ്പ് കയറി അവളുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. ആ ബംഗ്ലാവിലെ ഏറ്റവും നല്ല മുറിയാണ് കേട്ടോ സ്റ്റാൻലി അലീനയ്ക്കായിട്ട് കൊടുത്തത്. അത് കണ്ടപ്പം അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറിയല്ലേ ഇത്, ഇതാണോ നീ അവൾക്ക് കൊടുത്തത്? അതെ, അവൾക്ക് ഇന്നേ വരെ കിട്ടാത്ത എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ അവൾക്ക് കൊടുക്കും അപ്പച്ച. അത് കേട്ടപ്പം അവതക്കുട്ടി പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാം, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാലേ അവിടെ അത് വാഴില്ല, അത് നീ ഓർത്തു വെച്ചോ. പക്ഷെ അവതക്കുട്ടി പറഞ്ഞ കാര്യമൊന്നും സ്റ്റാലിന് അത്ര മൈൻഡ് ആക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ അവർ ഒരുപാട് തവണ ഡോറ് തട്ടിയിട്ടും അലീനയുടെ ഒരു അഡ്രസ്സും ഇല്ല കേട്ടോ, അവൾ പുറത്തേക്കൊന്നും വരുന്നില്ല. അപ്പം അതും കൂടെ ആയപ്പം അവതക്കുട്ടി പറയുന്നുണ്ട്, ഓ എങ്ങനെയാ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും, ഇതന്നെയല്ലേ പണിയുള്ളൂ, വേറെ പണിയൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പുച്ഛിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഡോർ ഒന്നുകൂടെ തട്ടിയപ്പോൾ അത് തുറന്നു, പക്ഷെ അവിടെ അലീന ഇല്ല കേട്ടോ. അപ്പം സ്റ്റാൻലി ഇങ്ങനെ പറയുന്നുണ്ട്, ഇവളിവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഇവളെവിടെ പോയി? അത് കേട്ടപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, ഇപ്പം തന്നെ മനസ്സിലായില്ലേ അച്ചടക്കല്ലാത്ത കുട്ടിയാണെന്ന്, അവൾ അതിലേതിലൊക്കെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരിക്കും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സ്റ്റാൻലിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിലും മിണ്ടാതിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഉറക്കനെ ആൻ്റപ്പനെ വിളിക്കുകയാണ്. ആൻ്റപ്പാന്ന് വിളിക്കുമ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, ചേട്ടാ ഒന്ന് മെല്ലെ പറയും, എൻ്റെ ചെവി അങ്ങ് പൊട്ടിപ്പോയി. സ്റ്റാൻലിയുടെ ആ ഒരു അലർച്ച കേട്ടപ്പോൾ അലീനയാണ് കേട്ടോ ഓടി വരുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആൻ്റപ്പ ചേട്ടൻ ബൈജു ചേട്ടൻ്റെ കൂടെ പുറത്തേക്ക് പോയാൽ അതുകൊണ്ടാണ് വരാത്തത് കേട്ടോ എന്ന് പറയാണ് കേട്ടോ. അലീനയെ കണ്ടതും അവതക്കുട്ടിയുടെ വായ ഇങ്ങനെ തുറന്ന് വരികയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഷോക്കാവാണ് അവതക്കുട്ടി. ഒന്നും സംസാരിക്കാനോ മിണ്ടാനോ ഒന്നും പറ്റുന്നില്ല. അവളെ കൺകുളിർക്ക് ഇങ്ങനെ കാണുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചിന്നമ്മ ആരാന്ന് വെച്ചാൽ അവതക്കുട്ടിയുടെ ഭാര്യയാണ്, അതായത് നമ്മുടെ സ്റ്റാൻലിയുടെ അമ്മ. ചിന്നമ്മ മരിച്ചുപോയി കേട്ടോ. ചിന്നമ്മയുടെ അതേ മുഖച്ചായാണ് അലീനയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അത് സ്റ്റാൻലിക്കും കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവതക്കുട്ടിക്കും അത് കണ്ടപ്പോൾ തോന്നി. അതോടുകൂടെ അത്രയും നേരം അവളോടുണ്ടായിരുന്ന ആ ഒരു കരട് മനസ്സിൽ നിന്ന് അലിഞ്ഞു പോയിട്ട് അവിടെ വാത്സല്യവും സ്നേഹവും ഒക്കെ ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ്. അപ്പച്ച, ഇതാണ് അലീന, അപ്പച്ചൻ്റെ മനസ്സമാധാനം കെടുത്തിയ കൊച്ച്. ഇപ്പം മനസ്സിലായില്ലേ, ഇവളാണ്. ഇതെല്ലാം ഒരു മായാലോകത്തു നിന്ന് കേൾക്കുന്ന പോലെയാണ് കേട്ടോ അവതക്കുട്ടി നിൽക്കുന്നത്. ഇടയ്ക്ക് അലീനയുടെ മുഖത്ത് നോക്കും, അത് കഴിഞ്ഞ് സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കും, ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവതക്കുട്ടി. അത് കണ്ടപ്പോൾ സ്റ്റാൻലിയുടെ മനസ്സൊന്ന് കുളിർക്കുന്നുണ്ട്. കാരണം എന്തായാലും അപ്പച്ചൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു കരട് പോയിട്ടുണ്ടെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. അങ്ങനെ അലീനയോട് സ്റ്റാൻലി അകത്തേക്ക് വരാൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് മനസ്സിലായോ ഇതാരാണെന്ന്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല, ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. എങ്കിൽ ഞാൻ പറയാം, ഇതെൻ്റെ അപ്പച്ചൻ, നിൻ്റെ വല്യപ്പച്ചൻ. അത് കേട്ടപ്പോൾ അവൾക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. കൂടെ തന്നെ അവൾക്കൊരു സങ്കടമുണ്ട്. കാരണം വല്യപ്പച്ചനൊന്നും അവളെ ഇഷ്ടമല്ലെന്ന് അവൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൾ കൈ തൊഴുതിട്ട് ഇങ്ങനെ നമസ്കരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് അപ്പച്ചൻ്റെ പേരെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അപ്പച്ചൻ ആ ഒരു എന്താ പറയുക, സ്വപ്നലോകത്തു നിന്നൊന്ന് പുറത്തേക്ക് വരുന്നതും ഒന്ന് ഞെട്ടിയിട്ട് അവളെ നോക്കുന്നതും. എന്നിട്ട് വളരെയധികം സന്തോഷത്തോട് ചിരിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ പേര് അവതക്കുട്ടിച്ചായൻ. കൊട്ടാരമറ്റത്തിൽ അവതക്കുട്ടിച്ചായൻ എന്ന് പറഞ്ഞ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയും, എന്നെ എല്ലാവരും അങ്ങനെയാണ് വിളിക്കാറ്. അത് കേട്ട് അലീന ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ സ്റ്റാൻലി പറയുന്നുണ്ട്, എന്തായാലും അപ്പച്ചൻ അവളോട് സംസാരിക്കുക, ഒരുപാട് സംസാരിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്, ഞാൻ എന്തായാലും താഴെ കാണും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ അലീന അവതക്കുട്ടീനോട് ചോദിക്കുന്നുണ്ട്, അല്ല അപ്പച്ച, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, ഞാൻ ഇന്ന് പാക്ക് ചെയ്യണോ അല്ലെങ്കിൽ നാളെ പാക്ക് ചെയ്താൽ മതിയോ? അത് കേട്ടപ്പം അവതക്കുട്ടി പറയുന്നുണ്ട്, എന്തെനിക്ക് മനസ്സിലായില്ല മോളെ. അല്ല, ഞാനിവിടുന്ന് പോവേണ്ടതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ പാക്ക് ചെയ്യണോ നാളെ പാക്ക് ചെയ്യണോ? അപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, അയ്യോ മോളെ, പാക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നീ ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ പിന്നെ സ്റ്റാലിൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും മോളെ. അത് കേട്ടപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്കറിയാം അപ്പച്ച, വല്യപ്പച്ചൻ എന്നെ ഇവിടുന്ന് പുറത്താക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്, എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഞാനിവിടെ വന്നത് ആർക്കും ഇഷ്ടമായിട്ടില്ല, അതൊക്കെ എനിക്കറിയാം. അതുപോലെ തന്നെ പപ്പയ്ക്ക് വേറൊരു ഫാമിലിയും ഭാര്യ, അതുപോലെ തന്നെ അതിൽ കുട്ടികളും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊന്നും എന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നും എനിക്കറിയാം. ഇവിടെ ഒരാൾക്കൊഴികെ ബാക്കി ആർക്കും എന്നെ ഇഷ്ടമല്ല, ഇതെല്ലാം എനിക്കറിയാം. പക്ഷേ എൻ്റെ നിവൃത്തികളോട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു, പക്ഷേ ഞാൻ വന്നു പോയി. ഇനി പോകുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് വണ്ടിക്കാശ് പോലും തരണ്ട, എന്നെ ഇവിടുന്ന് വിട്ടാൽ മതി, ഞാൻ പോയിക്കോളാം. ഇതെല്ലാം പറയുമ്പോൾ അവളുടെ മുഖത്ത് ചിരി മെല്ലെ മെല്ലെ മായുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്കറിയാം പള്ളിക്കാരോടും നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാവരോടും പപ്പ സമാധാനം പറയേണ്ടി വരും, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നോട് ഇപ്പോൾ പോകാൻ പറഞ്ഞാൽ ഞാൻ പോയിക്കോളാം, എനിക്കൊരു കുഴപ്പമില്ല. ഇനി എനിക്ക് വിഷമാവെന്ന് വിചാരിച്ചിട്ട് ആരും ഇവിടെ സങ്കടപ്പെടേണ്ട. കാരണം ഇത്രയും കാലം എനിക്കൊരു കുടുംബം ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതിപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പച്ച, ഞാനിവിടുന്ന് പോയിക്കോളാം. അത് കേട്ടപ്പോൾ
വല്യപ്പച്ചന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോളെങ്ങോട്ട് പോവാനാ, നിന്നോട് ഇഷ്ടമുണ്ടായിട്ടല്ലേ നിൻ്റെ പപ്പ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല. അപ്പം അവതക്കുട്ടി പറയുന്നുണ്ട്, ഇഷ്ടമാണെന്നേ, അവനെ നിന്നെ ഭയങ്കര ഇഷ്ടം, അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ലാലിച്ചൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല മോളെ. അത് കേട്ടപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അപ്പച്ചൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ലാലിച്ചൻ എന്നുള്ള പേര് ആരാ ഇട്ടത്? ഇത്രയും ഗാംഭീര്യവും അതുപോലെ തന്നെ നല്ല ശരീരമുള്ളൊരു മനുഷ്യന് ആരാ ഈ ലാലിച്ചൻ എന്നുള്ള ആലിപ്പഴം പോലത്തെ പേരിട്ടത്? അത് കേട്ടപ്പോൾ അവതക്കുട്ടിക്ക് പെട്ടെന്ന് സങ്കടം വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതെൻ്റെ ഭാര്യ ചിന്നമ്മ, അവൻ്റെ അമ്മച്ചി ഇട്ട പേരാണ് മോളെ. ചിന്നമ്മ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല, കുറച്ച് നാളുകൾക്ക് മുന്നേ അവൾ മരിച്ചുപോയി. ഇനിയിപ്പോൾ അവളെവിടെ പോയി എന്ന് അന്വേഷിക്കണ്ടല്ലോ, അവളുടെ തനി സ്വരൂപ മോളെ നീ, അതുപോലെ തന്നെ ഉണ്ട് നിന്നെ കാണും. ഇപ്പം എനിക്ക് മനസ്സിലായി ലാലിച്ചൻ എന്തുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന്. അവന് കണ്ടപ്പോൾ തന്നെ അവൻ്റെ അമ്മച്ചിയായിട്ട് തോന്നിയിട്ടുണ്ടാവും നിന്നെ, അതായിരിക്കും അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, ഓ അപ്പോൾ അതുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് അവൾ ചോദിക്കുന്നുണ്ട്, അപ്പച്ചൻ എന്താ കുടിക്കാൻ വേണ്ടേ, ചായ വേണോ കോഫി വേണോ? അത് കേട്ടപ്പം അവതക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് കുറച്ച് വെള്ളം കുടിച്ചു. അപ്പോൾ അവളൊന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് മനസ്സിലായി അത് മദ്യമാണെന്ന്. നിന്റെ ഈ നോട്ടം അതുപോലും ചിന്നമ്മയുടേത് തന്നെയാണ്, നീ ചിന്നമ്മ തന്നെയാണ്. അവതക്കുട്ടി ഇത് പറയുമ്പോൾ അലിന ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അവതക്കുട്ടി അവളോട് പറയുന്നുണ്ട്, മോളെ നീ എന്തായാലും എനിക്ക് ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടാ. അത് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഓക്കെ എന്നാൽ അപ്പച്ചൻ എൻ്റെ കൂടെ വാ, ഞാൻ ചായ ഇട്ട് തരാം കേട്ടോ. അത് കേട്ടപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, എന്തായാലും മോളെ കൈകൊണ്ട് ഒരു ചായ കുടിക്കട്ടെ ഞാൻ എന്ന് പറഞ്ഞിട്ട് അവർ കിച്ചണിലേക്ക് പോവാണ്. എന്തായാലും അപ്പച്ചൻ അവളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അത് അപ്പച്ചൻ്റെ കണ്ണുകളിലും വാക്കുകളിലും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കിച്ചണിൽ ചെല്ലുമ്പോൾ പൗലോസ് ഭയങ്കരമായിട്ട് പാചകത്തിലായിരുന്നു കേട്ടോ. അത് കണ്ടപ്പം അവതക്കുട്ടി തമാശ രൂപേണ ചോദിക്കുന്നുണ്ട്, എന്താ പൗലോസ് നീ ഏത് നേരം ഇവിടെ തന്നെയാണല്ലോ, ചൊറിഞ്ഞു മാന്തി ഓരോ പണിയെടുത്ത് നിൽക്കുമല്ലോ. അത് കേട്ടപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അതെ അതെ, എപ്പോഴും പണി ഉണ്ടായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും പണി, എന്തായാലും ഭക്ഷണമൊക്കെ പാചകം ചെയ്യണ്ടേ. അത് കേട്ടപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പണിയുണ്ടെങ്കിൽ ഞാൻ വരാം സഹായത്തിന്. അപ്പം പൗലോസിന് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതെൻ്റെ അടുക്കളയാണ്, ഇവിടെ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യും, എനിക്ക് എൻ്റെതായ ചിട്ടകളുണ്ട്, അവിടെ വേറെ ആരും കടന്നു കയറുന്നത് എനിക്കിഷ്ടമല്ല. അത് അലീനയ്ക്ക് നന്നായിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അവളിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ അവതക്കുട്ടിക്കും അത് അത്രയ്ക്ക് അങ്ങോട്ട് രസിച്ചില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവതക്കുട്ടി പറയുന്നുണ്ട്, മോളെ എനിക്കൊരു ചായ ഇട്ടെ. അങ്ങനെ അവൾ ചായ ഇടാനായിട്ട് നിൽക്കുമ്പോഴേക്കും പൗലോസ് വീണ്ടും ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട്, ഞാൻ ചായ ഇട്ട് തരാം, അലീന ചായ ഒന്നും ഇട്ട് കൊടുക്കണ്ട, ഞാൻ ഇട്ട് തരാം കേട്ടോ. അപ്പം അവൾ പറയുന്നുണ്ട്, വേണ്ട ഞാൻ ഇട്ട് കൊടുക്കാം. പക്ഷേ പൗലോസ് സമ്മതിക്കുന്നില്ല. അതെങ്ങനെ ശരിയാവും, ഇത് എൻ്റെ അടുക്കള, ഇവിടെ എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും, നീ അങ്ങോട്ട് മാറി നിൽക്ക്. അങ്ങനെ പുതിയതായിട്ട് വേറൊരാളും എൻ്റെ അടുക്കളയിൽ കയറുന്നത് എനിക്കിഷ്ടമല്ല. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ അവതക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നിർത്തടാ, ഇതെങ്ങനെയാണ് നിൻ്റെ അടുക്കളയാവുന്നത്, എൻ്റെ മകൻ്റെ വീടാ, അതായത് എൻ്റെ വീട്, ഇവിടെ ഞങ്ങളാണ് തീരുമാനിക്കേണ്ടതല്ല നീയല്ല. നീ ആരടാ, നീ പുളുത്തും, എൻ്റെ മകളാണ് അവളാണ് ഇവിടെ തീരുമാനിക്കേണ്ടത്. അവൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ കയറാം, എന്തും എടുക്കാം, എന്തും ചെയ്യാം, അവൾക്ക് അവകാശപ്പെട്ടതാണ് ഇതെല്ലാം. നീ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട, നീ എൻ്റെ കയ്യിൻ്റെ ചൂടറിയും എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് തട്ടിക്കയറുന്നുണ്ട് കേട്ടോ. അപ്പം അലീനയ്ക്ക് ചെറുതായിട്ടൊക്കെ ഒരു സങ്കടം പേടിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അപ്പച്ച വേണ്ട അങ്ങനെയൊന്നും പറയല്ലേ. അവതക്കുട്ടി ചൂടായതും പൗലോസ് ഒന്ന് പരിങ്ങിയിട്ട് പറയുന്നുണ്ട്, അയ്യോ അലീന നീ ചായ ഇട്ടോ, ഞാൻ മാറി നിന്നേക്കാം എന്നും പറഞ്ഞ് മാറാണ് കേട്ടോ. അപ്പോഴേക്കും അവതക്കുട്ടി പറയുന്നുണ്ട്, നീ വെറുതെ എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞത് നീ എനിക്ക് മനസ്സിലായോ, അവൾക്ക് ഏത് നിമിഷം ഇവിടെ കയറാം, എന്തു ചെയ്യാം, നീ ഇവിടെ ഭരിക്കാൻ വരണ്ട, ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ സ്ഥാനം ഇവിടെ വീടിന് പുറത്തായിരിക്കും എന്നും കൂടെ പറയുമ്പോൾ പൗലോസിന് നന്നായിട്ട് പേടിയാവുന്നുണ്ട്. അങ്ങനെ പൗലോസ് തല താഴ്ത്തി നിന്നിട്ട് അലീനയ്ക്ക് ചായ ഇടാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഏയ് വേണ്ട ഞാൻ എടുത്തോളാം, എനിക്കെല്ലാം അറിയാം. അങ്ങനെ അവൾ പാൽ കവർ പൊട്ടിക്കുന്നു, പാലൊഴിക്കുന്നു, ചായപ്പൊടി ഇടുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾ വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളി ചായ ഇട്ട് അപ്പച്ചന് കൊടുക്കുന്നു. അപ്പച്ചനൊന്ന് രുചിച്ച് നോക്കിയിട്ട് കൊള്ളാമെന്ന് പറയാൻ കേട്ടോ. അത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവളൊരു കപ്പ് പൗലോസിന് കൊടുക്കുമ്പോൾ പൗലോസ് വേണ്ടാന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും അവതക്കുട്ടിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, എന്താടാ നിൻ്റെ മുതലാളിയുടെ മോളൊരു ചായ തന്നപ്പോൾ നിനക്ക് വേണ്ടേ, മര്യാദയ്ക്കത് വാങ്ങി കുടിക്കടാ. അപ്പോൾ പേടിയോടുകൂടെ പൗലോസ് അത് വാങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന ഒരു കപ്പ് ചായ അവൾക്കും എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 3 പേരും കൂടി ചായ കുടിക്കാൻ കേട്ടോ. അപ്പം അവതക്കുട്ടി പൗലോസിനെ അങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. പക്ഷേ പൗലോസ് ആ ചായ കുടിക്കുന്നില്ല കേട്ടോ, ഒരു വാശിയിൽ നിൽക്കുകയാണ്. അപ്പോൾ പൗലോസിനോട് അവതക്കുട്ടി പറയുന്നുണ്ട്, നീ എന്താടാ ചായ കുടിക്കടാ. അപ്പോൾ പേടിയോട് കൂടെ ചായ കുടിക്കുമ്പം അവതക്കുട്ടി വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ചായ, കൊള്ളാമോ? കുഴപ്പമില്ല. അതെന്നാടാ കുഴപ്പമില്ലാത്ത എന്നും പറഞ്ഞ് വീണ്ടും നട്ടി കയറാണ് കേട്ടോ. അപ്പോഴേക്കും ആ ഒരു രംഗം ശാന്താക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അലീന അവതക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, അല്ല അപ്പച്ച ഉള്ളിൽ കയറിയ സാധനമല്ലേ, അത് പിരിഞ്ഞു പോകത്തില്ലേ? അത് കേട്ടപ്പം അവതക്കുട്ടി പറയുന്നുണ്ട്, ഓ പിരിഞ്ഞങ്ങ് പോവട്ടെ മോളെ, അതൊന്നും കൊള്ളാത്ത സാധനമാണ്, കുറച്ച് പിരിഞ്ഞു പോവട്ടെ. എൻ്റെ ചിന്നമ്മ എത്ര പ്രാവശ്യം ഇങ്ങനെ എൻ്റെ മദ്യം ഇതുപോലെ ചായ തിന്ന് പിരിഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പം അവൾക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവതക്കുട്ടി പിന്നെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ ഊളിയിട്ട് പോവാണ്. അത് കഴിഞ്ഞ് പിന്നെ പൗലോസിനോട് പറയുന്നുണ്ട്, എടാ പൗലോസ ഇതിൻ്റെ കൂട്ട് എന്താണെന്ന് അവളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇനി മുതൽ അങ്ങനെ ചായ ഉണ്ടാക്കണം. അത് കേട്ട് പലീന പറയുന്നുണ്ട്, ഓ അതൊന്നും വേണ്ട അപ്പച്ച,
കേണൽ സാർ എന്തായാലും ചായ കുടിക്കില്ലല്ലോ, അതുപോലെ തന്നെ അപ്പച്ചന് മാത്രമല്ലേ ഈ ഒരു ചായ വേണ്ടൂ, അത് ഞാൻ ഇട്ട് തരാം, അപ്പച്ചൻ വരുമ്പോൾ എപ്പോഴാണെങ്കിലും ഞാൻ ഇട്ട് തരാം പോരെ. അത് കേട്ടപ്പോൾ അപ്പച്ചന് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ഓ മതി മോളെ എന്നും പറയാൻ കേട്ടോ. അത് കഴിഞ്ഞ് നേരെ അവതക്കുട്ടി സ്റ്റാലിയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ സ്റ്റാലി ചോദിക്കുന്നുണ്ട്, എന്താ അപ്പച്ച അവളെ ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ അവളെ പറത്തിക്കണോ? അത് കേട്ടപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, പറത്തിക്കാനോ, എന്തിനാ, അവൾ എന്നെ പക്ഷിയോ, പറത്തിക്കൊന്നും വേണ്ട, അവളിവിടെ നിൽക്കട്ടെ എന്നേ. അപ്പം അവതക്കുട്ടീനോട് സ്റ്റാലി ചോദിക്കുന്നുണ്ട്, അല്ല അപ്പച്ചൻ വന്നപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞത്, ഇപ്പം എന്താ ഒരു മനംമാറ്റം, അവളെ പുറത്താക്കണം എന്നായിരുന്നല്ലോ. അപ്പം അവതക്കുട്ടി പറയുന്നുണ്ട്, അതിനൊക്കെ സമയമുണ്ടല്ലോടാ ഉവേ, അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ, അപ്പച്ചൻ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മുന്നേ പറഞ്ഞത്, ഇപ്പം എന്താ ഒരു മനംമാറ്റം. അത് കേട്ടപ്പം അവതക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കാര്യം പോലെ അങ്ങോട്ട് പറഞ്ഞേക്കാം, എനിക്ക് ആ കൊച്ചിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു ഏതോ ഒരു അനാഥാലയത്തിലെ കൊച്ച് അനാഥപ്രേതം പോലെ വന്ന് കയറിയതായിരിക്കുന്നതാണ്, പക്ഷേ ഈ കൊച്ച് നല്ല ഐശ്വര്യമുള്ള കുഞ്ഞ്, അവൾക്ക് ഇന്ന് നല്ല സ്വഭാവമാണെന്ന് അറിയാമോ, നല്ല കുട്ടി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിൻ്റെ അമ്മച്ചിയെ പോലെ തന്നെ അവൾ, എനിക്ക് ചിന്നമ്മയാണ് ഓർമ്മ വന്നേ, സംസാരവും രൂപവും ഭാവവും നോട്ടവും എല്ലാം നിൻ്റെ അമ്മച്ചി തന്നെ. ഇപ്പോഴെനിക്ക് മനസ്സിലായത് നീ പാലയിൽ പോയപ്പോൾ അവളെ വേഗം ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്താണെന്ന്. അത് കേട്ടപ്പോൾ സ്റ്റാലിയുടെ കണ്ണ് നിറഞ്ഞിട്ട് അവൻ അതേന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവതക്കുട്ടി പറയുന്നുണ്ട്, എന്തായാലും അവളിവിടെ നിൽക്കട്ടെ, അവൾ ഇവിടെ തന്നെയാണ് നിൽക്കേണ്ടത്, നല്ല കൊച്ചാണ് അവൾ, നല്ല മോളാണ്, നല്ല സ്വഭാവമാണ്. അതും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. എന്തായാലും അവതക്കുട്ടി ചായ വന്നതോടുകൂടി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എപ്പിസോഡൊക്കെ. അപ്പം ഇനി മുതൽ എന്തായാലും കുളത്തുപുഴയിൽ നല്ല അടിപൊളി സീനും കാര്യങ്ങളൊക്കെ ആയിരിക്കും, നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് വിചാരിക്കാം. പക്ഷേ അധിക കാലം എന്തായാലും ആ സന്തോഷം ഉണ്ടാവില്ലല്ലോ, ഒരിക്കലും എന്തായാലും സ്റ്റാൻലിയുടെ ഫാമിലി മൊത്തം ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ എന്തായാലും അലീനയുടെ അവസ്ഥ എങ്ങനെയാവും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഓക്കെ ബൈ, താങ്ക്